വഖാറൽ ഇമാമുൻ നബവിയ്യും, ഇമാം നബവി തങ്ങൾ പറയുന്നു, ഈ ആദാബി സഫരി, യാത്രയുടെ മര്യാദ പറയുന്ന കൂട്ടത്തിൽ പറയാം. മിൻ ഈലാഹി, ഇമാം നബവി തങ്ങളുണ്ടാക്കിയ കിതാബാണ് ഈലാഹ്. ആ ഈലാഹിൽ സഫറിന്റെ മര്യാദ പറയുന്നുണ്ട്. ആ പറയുന്ന കൂട്ടത്തിൽ മഹാനവറുകൾ പറയുന്നു, വൈദം ഫലതത്ത് ദാബത്തുഹു, യാത്രക്കാരന്റെ മൃഗം അവിടെ കാണാതെയായാൽ, നാദ, ഈ വ്യക്തി വിളിക്കണം, യാ ഇബാദല്ലാഹ് ഇഹ്ബസൂ മറത്തൈനി ഔ സലാസൻ, 2 or 3 തവണയായിട്ട് യാ ഇബാദല്ലാഹ് ഇഹ്ബസൂ എന്ന് പറയണം. അല്ലാഹു തആലാന്റെ അടിയങ്ങളെ ഇഹ്ബിസു എന്നാണ്, ഹബസയഹ്ബിസു എന്നല്ലേ, അള്ളാഹുവിന്റെ അടിയങ്ങളെ ഹിബിസു, നിങ്ങൾ എന്ത് വേണം, ആ മൃഗത്തിൽ തടഞ്ഞു വെക്കൂ എന്നാണ്. അപ്പൊ അള്ളാഹിന്റെ അടിയങ്ങൾ അവിടെ ഉണ്ട്. ആ അടിയങ്ങൾ ആരാണ്? അള്ളാഹിന്റെ ഔലിയാക്കളാ ജിന്നുകളാവും. അപ്പോൾ സഹായം തേടണം. കതബാലഹി ഷെയ്ഖു ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഈലാഹ് എന്ന് പറയുന്ന കിതാബിന്റെ മുകളിൽ എഴുതി, ഈ ഹാഷ്യത്തി, അതിന് ഹാഷ്യ ഉണ്ടാക്കിയിട്ടുണ്ട് ഇബ്നുൽ തങ്ങൾ. അതാണ് സർഹ് ഈലാഹ്. അതിൽ പറയുന്നു, ദലീലുഹു, അങ്ങനെ പറയാനുള്ള ലക്ഷ്യം എന്താണെന്നറിയോ? ഇമാം നബവി തങ്ങൾ പറഞ്ഞപ്പോ അങ്ങനെയാണ് മൃഗം പോയ യാ ഇബാദല്ലാഹി ഇഹ്ബിസൂ എന്ന് പറഞ്ഞത്. അതിന്റെ ലക്ഷ്യം അംറുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിക്ക, അങ്ങനെ പറയണം എന്ന് റസൂലുള്ളാഹിന്റെ കൽപ്പന ഉണ്ടായി. അതുകൊണ്ടാണ്, അതാണ് ലക്ഷ്യം. കമാ വറദ ബിസനദിൻ ലഈഫ്, അങ്ങനെ ലഈഫായ സനദ് പ്രകാരം വന്നതുപോലെയാണ്. അപ്പൊ പറയാൻ തെളിവുണ്ട്. ഇനി വാഖറജ തുബ്രാനിയു ബിസനദിൻ മുൻഖത്തിഇൻ, ഒരു മുൻഖത്തിയായ സനദ്, ഇടക്കിറായി പോയിട്ടുണ്ടോ, മുൻഖത്തിയാണ്. അങ്ങനെ മുൻഖത്തിയായിരിക്കുന്ന ഒരു സനദ് പ്രകാരം തുബ്രാനിമാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇദാ അവല്ല അഹദുക്കും ഷൈഅൻ ഔ അറാദ ഔനൻ, ആരെങ്കിലും ഒരാൾ ഒരു വസ്തു പായായി നഷ്ടപ്പെടുത്തി കളയുകയോ അല്ലെങ്കിൽ എന്താണ് സഹായം തേടുകയോ ഉദ്ദേശിക്കുകയാണെങ്കിൽ, വഹുവ ബി അർളിൻ ലൈസ ബിഹ അനീസൻ, ആരാരുമില്ലാത്ത നേരം പോക്കിന് ഒന്നിനും പറ്റാത്ത സ്ഥലമാണ്, ആരുമില്ല അവിടെ, അങ്ങനത്തെ ഒരു ഒഴിഞ്ഞ മരുഭൂമിയിലാണ് അവൻ. ആ സന്ദർഭത്തിൽ അവന് സഹായം കിട്ടണം. അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു വസ്തു അവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇങ്ങനെ വരികയാണ് എങ്കിൽ വൽ യഖുൽ, അപ്പോൾ അവൻ പറയട്ടെ, യാ ഇബാദല്ലാഹി അഈനൂനി, യാ ഇബാദല്ലാഹി അഈനൂനി, ഇങ്ങനെ പറയണം. അള്ളാഹുവിന്റെ അടിയങ്ങളെ നിങ്ങൾ എന്നെ സഹായിക്കൂ, നിങ്ങൾ എന്നെ സഹായിക്കൂ എന്ന് പറയണം. എന്താ കാരണം? ഫഇന്ന ലില്ലാഹി ഇബാദൻ ലാ യറാഹും, അള്ളാഹ്ക്ക് കുറച്ച് അടിയങ്ങൾ അത്തരം ഭൂമികളിലുണ്ട്, അത് ഇവൻ ആ അടിമളെ കാണാൻ കഴിയില്ല, അങ്ങനത്തെ ആൾക്കാർ അവിടെ ഉണ്ട്, അപ്പോൾ സഹായിക്കും. ഇതിപ്പോ തുബ്രാനി മുൻഖത്തിയായ സനദ് പ്രകാരം കൊണ്ടുവന്ന ഹദീസാണ്. അപ്പൊ ഈ ഹദീസിനും അങ്ങനെ കൽപ്പന ഉണ്ട്. അപ്പൊ അതും തെളിവാണ്. മുഹ മുജറബുൻ, ഇത് സംഗതി പരീക്ഷിക്കപ്പെട്ടത് തന്നെയാണ്, അത് ആ സംശയമൊന്നുമില്ല. കമാ ഖാലഹു റാവി, അങ്ങനെ റാവി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇമാം നബവി റളിയല്ലാഹു തആല അൻഹുവിന്റെ മറ്റൊരു കിതാബാണ് ശറഹുൽ മുഹദ്ദബ്. അബി ശറഹുൽ മുഹദ്ദബ്, ശറഹുൽ മുഹദ്ദബിൽ കാണാം, ഇദം ഫലതത്ത് ദാബത്തുഹു നാദാ യാ ഇബാദല്ലാഹി ഇഹ്ബിസു മറത്തൈനി ഔ സലാസൻ, മരുഭൂമിയിൽ കെട്ടിയിട്ടതായിരിക്കുന്നവന്റെ വാഹനം നഷ്ടപ്പെട്ടു പോയി, മറഞ്ഞു കാണാനില്ല. എന്നാ അവൻ യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിയങ്ങളെ ഇഹ്ബിസു, അങ്ങ് തടഞ്ഞു വെക്കി എന്ന് 2 വട്ടോ 3 വട്ടോ പറയണം. ശറഹുൽ മുഹദ്ദബിൽ കാണുന്നുണ്ട്. വഖദ് ജാഅ ബിഹ ആസാർ, ഇതിനൊക്കെ ഹദീസ് വന്നിട്ടുമുണ്ട്. ഔളഹതുഹ, അതിനൊക്കെ ഞാൻ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഈ കിതാബിൽ അദ്കാർ, എന്റെ കിതാബായ അദ്കാറുണ്ട്. ആ കിതാബിൽ അദ്കാർ മറിച്ചാൽ അത് കാണും. അതിന്റെ സനദൊക്കെ ഹദീസൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല നേരിട്ട് ഇമാം നബി റളിയല്ലാഹു അൻഹു അനുഭവിച്ച കഥ പറയാം. വദറബതു അനാ ബി ദാബത്തിൻ ഇൻഫലതത് മിന്ന,
ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതായിരിക്കുന്ന ഒരു മൃഗം കാണാനില്ല. ഇതേ ഘട്ടത്തിലാണ്. അങ്ങനെ വന്നപ്പോ ഞാൻ തന്നെ പരീക്ഷിച്ചു. എത്രത്തിൽ കുന്ന ജമാഅത്തൻ അജസു അൻഹ, ഞങ്ങൾ സംഘം ഉണ്ട് ഇവിടെ, പക്ഷെ ആ മൃഗത്തെ പിടിച്ചാൻ കഴിയുന്നില്ല. അപ്പൊ വലിയ കുടുക്കലായി പോയി. അത് ഞാൻ പരീക്ഷിച്ചു. അതൊക്കെ അങ്ങനെ ഞാൻ ഓർത്തു ഹാദ, ഈ കാര്യം, ഏത് നബിതങ്ങൾ പറഞ്ഞ കാര്യം. അപ്പൊ കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു, യാ ഇബാദല്ലാഹി ഹിബ്സൂ, ഞാൻ അങ്ങനെ പറഞ്ഞു. കാരണം നബി കൽപ്പിച്ചതാണല്ലോ. അപ്പൊ എനിക്ക് ഓർമ്മ വന്നു, ഞാനത് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ വഖഫ്തു ബി മുജറദി ദാലിക, ഞാൻ അതുകൊണ്ട് മാത്രം എന്നത് യാ ഇബാദല്ലാഹി ഹിബ്സൂ, ഇതേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തായി, എനിക്ക് കിട്ടി. അവ നഷ്ടപ്പെട്ടു പോയത് സഹായത്തിൽ തേടാൻ പറ്റുന്ന അടിയങ്ങൾ മരുഭൂമിയിലുണ്ട് എന്നാണ്. ഇതൊക്കെ അള്ളാഹുത്തആല നൽകിയ സഹായം തന്നെയല്ലേ. അങ്ങനെ ചോദിക്കണമെന്ന് പറയുമ്പോ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കൽ എന്ന് പറഞ്ഞാൽ വിളിച്ച് പ്രാർത്ഥിക്കലാണ്. പ്രാർത്ഥന ഇബാദത്താണ്. അത് ശിർക്കാണെന്ന് വന്നാൽ ഹബീബാൻ ഇതൊക്കെ ശിർക്ക് പഠിപ്പിച്ചെന്നല്ലേ വരിക. തൗഹീദ് ബില്ലാഹ്, ശിർക്ക് ഇല്ലാതെയാക്കിയിട്ട് തൗഹീദ് പഠിപ്പിക്കാൻ തങ്ങൾ വന്നു. ഇനി നോക്കാം. ഹക്കാലി ശൈഖുന അബൂ മുഹമ്മദ് ബിൻ അബിൽ യുസ്ർ റഹ്മഹുല്ലാഹ്, മഹാനവറുകൾ എനിക്കൊരു കഥ ഉദ്ധരിച്ചു തരുന്നുണ്ട്. എന്താ മഹാൻ പറയുന്നത് അറിയോ? മഹാൻ പറയാണ്, അന്നഹു ജറബഹു, ഞാൻ ഈ കാര്യം പരിശോധിച്ചിട്ടുണ്ട്, പരീക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയാം. കാലഫി ബുഖലത്തിൻ ഇൻഫലത്തത്ത്, എനിക്കൊരു ഗോവർ ഗൈഡ് ഉണ്ടായിരുന്നു, അത് പോയി. വഖഫ്തു ഹാലി, ഞാൻ അപ്പ ആ സന്ദർഭത്തിൽ തന്നെ അവിടെ നിന്നു. ഇങ്ങനെയാണ് ഞാൻ പരീക്ഷ ചെയ്തതെന്ന് അബൂ മുഹമ്മദ് ബിൻ അബിൽ യുസ്ർ എന്ന് പറയുന്ന ഷെയ്ഖ് പറഞ്ഞ കഥയും ഇതൊക്കെ ശറഹുൽ മുഹദ്ദബിലുള്ള കഴിഞ്ഞു. അപ്പൊ ഇതിനാകത്തുക എന്ത് പഠിച്ചു? അള്ളാഹു അല്ലാത്തൊരു സഹായം തേടാം. മരുഭൂമിയിൽ മനുഷ്യന്മാരില്ലെങ്കിലും അവിടെ വിളിച്ച് പ്രാർത്ഥിക്കാം. അള്ളാഹിന്റെ അടിയങ്ങൾ അവിടെ ഉണ്ട്, സഹായിക്കാൻ പറ്റുന്ന അടിയങ്ങൾ അവിടെ ഉണ്ടെന്ന് പഠിപ്പിച്ചു. ഇനി പറയാം, സംശയം പറ്റുകയാണ്. പറയപ്പെടുകയാണെങ്കിൽ ഹാദിഹിൽ അഹാദീസു ലാ തസ്ലു ഹുജ്ജത്തൻ, നിങ്ങൾ കൊണ്ടുവന്ന ഹദീസൊക്കെ സമ്മതിച്ചേരാം, പക്ഷെ അത് ശരിയല്ല. ഈ ഹദീസുകളൊന്നും ലക്ഷ്യത്തിന് പറ്റാത്ത ഹദീസാണല്ലോ എന്നാണ് പറയുന്നത്. എങ്കിൽ ആ എന്ത് പറ്റാതെ വന്നത്? അന്നബി ബാലിക ഉൽഫൻ അബി ബാലിക ഇംഗിത്താൻ, ശരത് ലൈഫാണല്ലോ. ലൈഫായ സനത് എന്ന് പറഞ്ഞല്ലേ നമ്മൾ നടത്ത്. മുങ്കത്തിയായതും പറഞ്ഞു. ഇങ്ങനെ മുങ്കത്തിയായ സനതുണ്ട്. ചില ഹദീസിന്റെ സനത് ലൊഫാണ്, ലൊഫായ ഹദീസ്. അപ്പൊ ലൈവും മുങ്കത്തിയൊക്കെ ഹദീസാണല്ലോ. അതെങ്ങനെയല്ല ലക്ഷ്യത്തിന് പറ്റുമോന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ മറുപടി ഉണ്ട് നമുക്ക്. നമ്മൾ പറയും മംനൂൻ, ലക്ഷ്യത്തിന് ഈ ഹദീസൊന്നും പറ്റൂല, ലൈഫും മുങ്കത്തിയായതുകൊണ്ട് എന്ന വാദം ശരിയല്ല. ബൽ പിന്നെയോ തെസ്ലത് പറ്റും. എന്തുകൊണ്ട്? ഈ അന്നലുലമ ഹദീസിന്റെ പണ്ഡിതന്മാരും മതവിജ്ഞാനമുള്ള എല്ലാവരും ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരാണ്. ഓരത് സമ്മതിച്ച് പറഞ്ഞിട്ടുണ്ട്, പറ്റുന്നു. മാത്രമല്ല അമിലു ബി മുഖ്തല്ലാഹ, ഹദീസിൽ പറഞ്ഞ അതേ ആശയപ്രകാരം അവർ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോ ഫഫി ബാബിൽ ഖലായി മിനത്ത് തുഹ്ഫത്തി വഗൈരിഹ ബഅദ കലാം, തുഹ്ഫയിലും അല്ലാത്ത കിതാബുകളിലും കുറെ സംസാരിച്ച് പറഞ്ഞ ശേഷം ഖലാന്റെ ബാബുണ്ട്, അതിലാ പറഞ്ഞു. എന്നിട്ട് പറയുന്നു നഅം, എങ്കിലും മാ തവാത്തറ നാഖിലൂഹു, ഈ പറഞ്ഞ ഹദീസുകളൊക്കെ ഉദ്ധരിച്ചു കൊണ്ടുവന്ന നക്കൽ ചെയ്ത ആൾക്കാർ തവാത്തുറായി വന്നു. വഅജ്മഅ സലഫു അലാ ഖബൂലിഹി, അത് സ്വീകാര്യമാണ് എന്നതിന്റെ മേൽ സലഫ് ഇജ്മാഉ ആവും ശരി. അങ്ങനെയുള്ള ഒന്നാണെങ്കിൽ ലാ യുബ്ഹസു അൻ അദാലത്തിഹി അദാലത്തി നാഖിലിഹി, ഈ ഹദീസ് ഉദ്ധരിച്ചു വന്ന ആളുടെ നീതിയെ കുറിച്ച് അവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. തവാത്തുറായില്ലേ, അപ്പൊ ഇത് കളവിന് സാധ്യതയില്ല എന്നാണ് തുഹ്ഫയിലൊക്കെ ഖലാന്റെ ബാബിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഫഹാദിൽ ഹദീസു, നമ്മൾ ഈ വിഷയത്തിൽ കൊണ്ടുവന്ന ഹദീസ് വഇല്ലം യതവാതർ നാഖിലുഹ,
ഈ ഹദീസുകളെ ഉദ്ധരിച്ചു വന്ന ആളുകൾ തവാത്തുറായിട്ടില്ല എങ്കിലും ഈ ഹദീസുകൾ ഇല്ല അന്ന ഇജ്മാലുൽ ഉലമായി എങ്കിലും നമുക്കവിടെ ചർച്ച ചെയ്യാനുള്ളത് ഉലമാന്റെ ഇജ്മാ എന്ന് പറഞ്ഞാൽ ലഫ്ളി നല്ല സുക്കൂത്തിയായ ഇജ്മാ ആണ്. ഈ സുക്കൂത്തിയായിരിക്കുന്ന ഇജ്മാ അലൽ അമലി ബി മുഖ്തലാഹ ഈ ഹദീസുകളിൽ പറഞ്ഞ ആശയപ്രകാരം അത് തേടുന്നതിനനുസരിച്ച് അമൽ ചെയ്തു എന്നതിന്റെ മേൽ എന്താണ് സുക്കൂത്തിയായ ഇജ്മാ പണ്ഡിതന്മാരെ അവരുടെ ആയുസുകാരു അവര് ആയടത്ത് എന്തായത് അവർ സഹായം തേടുന്നവരായി ഹീനം വിലാത്തി ദവാബിഹിം അവർക്കുള്ള മൃഗങ്ങൾ മറഞ്ഞുപോയി ആ സന്ദർഭത്തിൽ വൈരിഹി അത് അല്ലാത്ത സന്ദർഭങ്ങളിലും ഒക്കെ അവരെന്ത് സഹായം തേടിയിട്ടുണ്ട്. മുൻ വൈരി നക്കീർ ഇല്ലാ ജമൻ ഇബ്നു തീമിയ ഇബ്നു തീമിയ വരെ അദ്ദേഹത്തിന്റെ കാലഘട്ടം വരെ ഒരു എതിർപ്പ് ആർക്കുമില്ല. അദ്ദേഹം വന്നപ്പോഴാണ് ഇത്ര എതിർപ്പുള്ളത്. അപ്പൊ അദ്ദേഹം വരുന്നത് വരെ ഒരു എതിർപ്പുമില്ലാതെ ഇങ്ങനെ സഹായം തേടിക്കൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അവർ. അതിന്റെ മേലിൽ സുക്കൂത്തിയായ ഒരു ഇജ്മാ ഉലമാക്കൾക്കുണ്ട്. ആ ഇജ്മാ മുഖവില്ലഹ ഈ പറഞ്ഞ നമ്മൾ കൊണ്ടുവന്ന മുങ്കത്യം ദഈഫുമായ ഹദീസിനെ ശക്തിപ്പെടുത്തുന്നതാണല്ലോ. എന്തിന്റെ മേല് അല അന്ന ആദിൽ ഇസ്തിആസത നമ്മളിവിടെ പറഞ്ഞ ഈ സഹായങ്ങള് ഹൈസമി പറയുന്നവര് ജാലുഹു ഈ ഹദീസിന്റെ റിപ്പോർട്ടർമാരെ സിഖാത്തുൻ അവർ നല്ല വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞു കാറിൽ ഇമാം സുബിക്കിയും ഇനി ഇമാം സുബിക്കി തങ്ങളുണ്ട് അഗ്രഗണ്യനായ പണ്ഡിതനല്ലേ. ഈ ഷിഫായി സക്കാമി തന്റെ ഷിഫാവു സക്കാവ് എന്ന് പറയുന്ന കിതാബുണ്ട്. അതിൽ പറയുന്നു നീ അറിയണം അന്നഹു യജൂസു വയഹ്സുനു തവസ്സുലു വൽഇസ്തിഗാസതു വത്തസഫ്ഫുഉ ബിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലാ റബ്ബി സുബ്ഹാനഹു പടച്ച റബ്ബിലേക്ക് നബി തങ്ങളെ ഇടയാന്മാക്കി തവസ്സുല് നടത്താം, ഇസ്തിഗാസ നടത്താം, തസഫ്ഫുഉ നടത്താം, സഹായം നേടുക. അത് പറ്റുന്ന ജവാദു ദാലിക അത് ജായിസാവുക എന്നുള്ളത്, അതുപോലെ തന്നെ ഹസനുഹു അത് നന്നാവുക എന്നുള്ളതും മിനൽ ഉമൂരിൽ മഅലൂമത്തി അറിയപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ജായിസാവുക അതുപോലെ തന്നെ നന്നാവുക എന്നുള്ളത് ലികുല്ലി ദീനിൻ അൽ മഅറൂഫത്തി അറിയപ്പെട്ടതായിരിക്കുന്ന ദീനുடைய ആളുകൾക്കുള്ളതാണ്. അതവർക്ക് മനസ്സിലാവും, അത്തരം ആളുകൾക്ക് അറിയപ്പെട്ടതാണ്. അതെന്തിനൊന്ന് മീൻ ഫീൽ അംബിയായിൽ മുർസലീന വസിയരി സലഫി സാലിഹീന വലുലമായി വൽ അവാമിൽ മുസ്ലിമീന പണ്ഡിതന്മാർ സലഫുസാലികളായ ആളുകൾ, മുർസലുകൾ, അംബിയാക്കൾ, മറ്റു സാധാരണക്കാര് ഇവർക്ക് പ്രവൃത്തി നിന്ന് അറിയപ്പെട്ടതായ സംഗതിയാണ് ഇവർക്ക്. അപ്പൊ ദീനുடைய ആളുകളൊക്കെ മാരിഫത്തുള്ള ആളുകളൊക്കെ ഇതെന്താക്കൂല ജായിസായി അംഗീകരിക്കും. അങ്ങനെ ചർച്ച ചെയ്ത് വന്നപ്പോ എവിടെ എത്തി? ഇസ്തിആസയും തവസ്സുലും ഒരു നല്ല കാര്യമാണ് എത്തി. പല അക്കല്ല മിന്നൂന മൻതൂബൻ അത് ഒരു സുന്നത്താവുക എന്നതിനേക്കാൾ ഏറ്റവും ചുരുങ്ങൊന്നുമില്ല. സുന്നത്താവലാണ് കേവലം അധികം. ആശയത്തിൽ മറിച്ച് നോക്കിയാൽ അവിടെ ഇവരതിൽ ഹജർ തൈത്തമി തന്നെ തങ്ങള് ഈ പറയുന്ന ആളും കൂടെ കൂടിയിട്ടുണ്ട്. ഇവിടെ മക്കാല പറയുന്നു ഫലാ ഫർഖ ബൈന തവസ്സുലി വൽ ഇസ്തിആസത്തി വതസഫ്ഫുഇ വതവജ്ജുഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഔ ബിഗൈരിൽ അംബിയായി നബിയോ മറ്റു അംബിയാക്കളോ അവിടെ തവജ്ജുഹ് അവരുമാണ് തസഫ്ഫുഇ ഇസ്തിആസ തവസ്സുൽ. ഇവിടെ യാതൊരു മാറ്റ വ്യത്യാസമൊന്നുമില്ല. അതൊന്നും പടച്ചോനെ ചോദിച്ച് ഇബാദത്ത് ചെയ്യുന്ന പണിയല്ല. പകതല്ല ഔലിയാവും ഇങ്ങനെ തന്നെ ഔലിയാക്കളെയും കഥ അത് കുഴപ്പമൊന്നുമില്ല, പറ്റും. കമകാലു സുബിക്കി അങ്ങനെ ഇമാം സുബിക്കി പറഞ്ഞതുപോലെ എല്ലാ കിതാബും കൊണ്ടുവരാം മനസ്സിലാക്കാനാണ്. മവാഹില്ലദിന്യ എന്ന് പറയുന്ന കസ്തല്ലാടെ കിതാബുണ്ട്. അവിടെ പറയുന്നു സന്ദർശകർക്ക് അത്യാവശ്യമാണ് ആയി യുക്തിറ മിന ദുആഇ
والتضرع والاستعاذة والتصفع والتوسل ബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ കൊണ്ട് ഇട തേടുക, സഹായം അഭ്യർത്ഥിക്കുക, ശിഫ തേടുക, വിനയം കാണിക്കുക എന്നിത്യാദി കാര്യങ്ങളൊക്കെ അധികരിപ്പിക്കുക. അത് സുന്നത്താണ്. അപ്പൊ ജദീർ അപ്പൊ ബന്ധമായതാണ് വിമനിസ്തശ്ഫഅ. നബിയോട് സഹായം തേടുന്നവർ ആരുണ്ടോ അവർക്ക് ബന്ധമായതാണ് ആ യുസഫിയുള്ള അവന്റെ കാര്യത്തിൽ അള്ളാഹു നബിക്ക് ശുപാർശയുള്ള അംഗീകാരം കൊടുക്കാതെ. ഇതൊക്കെ എന്താ റബ്ബല്ലാത്തവരെ ചെയ്തത് കുഴപ്പമില്ലല്ലോ. ഒബീഷവാഹിദിൽ ഹഖ് അല്ലാമത്തിൻ നബ്ഹാരി മൂപ്പർക്ക് തന്നെ ഇതുപോലത്തെ കാണാൻ കഴിയും. എന്ന് പറയുന്ന ഈ ഇബാറത്ത് മുശ്ഇറുൻ ബിതലബിഹി വനദിബിഹി, അതിനെ തേടുക, അത് സുന്നത്താണ് എന്നിത്യാദികൾ അറിയിക്കുന്നതാണ് മനസ്സിലാക്കാം. അപ്പൊ ഒബി ഫത്താവൽ ഇമാമിർ റംലി, ഇമാം റംലിയുടെ ഫത്താവയിലുണ്ട് അന്നഹു സുഇല മൂപ്പട് ചോദിക്കപ്പെടുകയാണ് അമ്മാ യഖുൽ ആമത്തി മിൻ ഖൗലി മിൻ ദസ്സദായി യാ ശൈഖി ഫുലാൻ യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ് എന്നോ അയ്യാ ശൈഖുൽ ആസം തങ്ങളോ ശൈഖുൽ ആലം തങ്ങളോ എന്നൊക്കെ വിളിക്കുക ആവൽ കെട്ടുന്ന സമയത്ത്. ഇങ്ങനെ പൊതുവെ ഉള്ള ശബ്ദമാണ്. ഇത്തരം കാര്യത്തെ കുറിച്ചൊരു ചോദ്യം. സദുവൃത്തര്, പണ്ഡിതര്, ഔലിയാക്കള്, മുർസലുകൾ, അംബിയാക്കള് ഇവർ തമ്മിൽ സഹായം തേടുന്നുണ്ട്. ആ തേട്ടം വഹദാലിക ജായിസുൻ, അങ്ങനെ ജായിസാണോ? അംല, അല്ലേ. വഹലിൽ റുസ്ലി വൽ അംബിയായി വൽ ഔലിയായി വസ്സാലിഹീന വൽ മശായിഖ്, മശായിഖന്മാർ, സാലിഹുകൾ, ഔലിയാക്കൾ, അംബിയാക്കൾ, മുർസലുകൾ ഇവർക്ക് എല്ലാവർക്കും ഇആസത്തുൻ ബഅദ മൗതി, അവര് മരിച്ച ശേഷം സഹായിക്കാനുള്ള കഴിവുണ്ടോ? അല്ലേ. അപ്പൊ മാതാ യുറജ്ജിബു ദാലിക, അതേ റാജിയാക്കുന്ന സംഗതി ഏതാണ്? അജാബ റഹ്മഹുല്ലാഹു തആല ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അവിടെ മറുപടി ബിഅന്നൽ ഇസ്തിഗാസത ബിൽ അംബിയായി വൽ മുർസലിന വൽ ഔലിയായി വൽ ഉലമാഇ വസ്സാലിഹീന, ഈ പറയപ്പെട്ട ആൾക്കാരോടൊക്കെ സഹായം തേടുക എന്നുള്ളത് ജായിസത്തുൻ, അത് അനുവദനീയമാണ്. ഒരു റുസ്ലി വൽ അംബിയായി വൽ ഔലിയായി വസ്സാലിഹീന, യാസത്തും ബഅദ മൗത്ത്, ഇവരൊക്കെ മരിച്ചതിന് സഹായം നേടാൻ പറ്റുന്നതാണ്. കാരണം അന്ന മുഅ്ജിസത്തുൽ അംബിയായി കറാമത്തിൽ ഔലിയായി, ഔലിയാക്കൾക്കുണ്ടാവുന്ന അസാധാരണ സംഭവം അംബിയാക്കൾക്കുണ്ടാകുന്നതായ ഉണ്ടാകുന്നതായ അശക്തത അങ്ങനെയാണ്. കാരണം അംബിയാക്കൾക്കുള്ള മുഅ്ജിസത്തുകള്, ഔലിയാക്കൾ കറാമത്തുകള് ലാ തങ്കത്യുബി മൗത്തി, അവര് മരിച്ചു എന്നതുകൊണ്ട് മുറിഞ്ഞു പോകണം അല്ല. അപ്പോ അമ്മൽ അംബിയാവു പലി അന്നവും അഹിയാവും ഖബൂലിഹിം, അംബിയാക്കളൊക്കെ അവരുടെ ഖബറുകളിൽ ജീവിച്ചിരിക്കുകയാണ്. യുസല്ലൂന വയഹജ്ജൂന, അവർ ഹജ്ജ് ചെയ്യും, നിസ്കരിക്കുകയും ചെയ്യും. അതാണ് മുഅ്മിനീൻ. കമാ വറദത് ബിഹിൽ അഖ്ബാറു, അങ്ങനെയാണ് ഹദീസ് വന്നിട്ടുള്ളത്. തഖൂലു ആയത്തു മിൻകും, അവരുടെ ഭാഗത്തു നിന്നുള്ള സഹായം മുഅ്ജിസത്തൻ ലഹും, അത് അവർക്കുള്ളതായ ഒരു മുഅ്ജിസത്താണ്, അമാനുഷികമായ കഴിവാണ്. വശുഹദാ, ശുഹദാക്കള് അയലൻ മറ്റു പറഞ്ഞതുപോലെ തന്നെ അഹിയാൻ, ജീവിച്ചിരിക്കുന്നവരാണ്. ഷൂഹിദു നഹാറൻ ജിഹാറൻ, നട്ടുച്ച സമയത്ത് അവർ ഹാജരാക്കപ്പെടുന്നുണ്ട്. യുഖാത്തിലൂന കുഫാറ, ഔലിയാക്കളോട് യുദ്ധം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അമ്മൽ ഔലിയാവും, അപ്പോൾ ഔലിയാക്കൾ ഫഹിയ കറാമത്തുല്ലഹും, അത് അവർക്കുള്ള കറാമത്തുകളാണ്. കാരണം ഇന്ന അഹ്ലൽ ഹഖി അന്നഹു അലാ അന്നഹു യഖൂലുൽ ഔലിയായി ബിഖസ്ദിൻ വബിഗൈരി ഖസ്ദിൻ, ഒരു ഉദ്ദേശവും ഇല്ലാതെ ഉണ്ടായിട്ടും ഔലിയാക്കൾ സംഭവിക്കും ഉമൂറുൻ ഖാരിഖത്തുൽ ആദത്തി, സാധാരണ ഉള്ളതിനെ മുറിച്ചു കളയുന്ന അസാധാരണ സംഭവങ്ങൾ അതെന്താവുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട് എന്നാണ്. അതുപോലെ അങ്ങനെ ഉണ്ടാവും. അപ്പൊ യുജ്രിഹുല്ലാഹു തആല അത്തരം കാര്യങ്ങൾ, ഈ അസാധാരണ സംഭവം അള്ള നടത്തുന്നു ബിസബബി, അവർ കാരണമായിട്ട് ഇവിടെ നടത്തും. ദലീലു അലാ ജവാസിഹ, അത് ജായിസാണല്ലോ.
അതിനുള്ള ദലീൽ അന്നഹ ഉമൂറും മുംകിനത്ത്, അത് മുംകിനായ സാധ്യമാകുന്ന ചില കാര്യങ്ങളാണ്. ലാ യൽസമു ജവാസി വുഖൂഇഹ, അവകൾ അങ്ങനെ സംഭവിക്കൽ അനുവദനീയമാണ് വന്നാൽ അതിൽ ലാസിമില്ലല്ലോ. എന്ത് മുഹാലിൽ, ഒരു മുഹാലില്ലല്ലോ അവിടെ, സംഭവിക്കാതെ. അവ സംഭവിക്കുന്നതല്ല, അത് സംഭവിക്കാത്തതാണെന്ന് തോന്നുക, അല്ല സംഭവിക്കുന്നതാണ്. ഇതാണ് നമ്മൾ പറഞ്ഞതുപോലെയാണ് എല്ലാ കാര്യമെങ്കിൽ അതങ്ങനെ സംഭവിക്കാന്നുള്ള അനുവദനീയാണ്. കിസ്സത്ത് മറിയമ, ഈ വുക്കൂഇന്റെ മേലിൽ സംഭവിക്കാന്നല്ല, അതിന്റെ മേലിൽ വരുന്നതാണ് കിസ്സത്ത് മറിയമ, മറിയം ബീവിയുടെ ചരിത്രം. അല്ലാത്തി, ശേഷം വരുന്ന മഹദിക്കുള്ള ഭക്ഷണവും ഇന്ദില്ലായി, അത് അള്ളാന്റെ ഭാഗത്തുനിന്നാണ്. അലാമ നത്തകബി തൻസീൽ, ഖുർആൻ അങ്ങനെയാണ് മൊഴിഞ്ഞിട്ടുണ്ട്, അതനുസരിച്ച്. പിന്നെ കിസ്സത്ത് അബീ ബക്കർ അലിയാഫു, അബൂബക്കർ റളിയല്ലാഹു അൻഹു മൂപ്പര സൽക്കാരക്കാര്, ഇതും ചരിത്രമാണ്. അതും ഈ പറയുന്നത് സംഭവിക്കുന്നതാണല്ലോ. കമാബി സഹീഹി, സഹീഹിലുള്ളത് അങ്ങനെയാണ്. നീൽ, നൈൽ നദിയുടെ നടത്തം, ഈ കിതാബി ഉമർ റളിയല്ലാഹു കിതാബ് കൊണ്ട് എത്തിയ മഹാൻ നോക്കലുകൊണ്ട് മിമ്പർ മദീന, സ്ഥലത്തിൽ മദീനയിൽ മിമ്പറിന്റെ മുകളിലാണ് ഉള്ളത്. ജയ്സുഹു ബിൻ നഹാവന്ത്, അദ്ദേഹത്തിന്റെ പട്ടാളക്കാർ നഹാവന്തിലാണുള്ളത്. ഇങ്ങനെ ഇപ്പൊ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഈ സഹായം തേടുക എന്നുള്ളത് മിൻ ഫളാഇൽ അഅ്മാലി, അത് അമലുകളുടെ ഫളീലത്തുള്ള അമലാണ്. ഫളീലത്ത് എന്ന് പറഞ്ഞ പുണ്യമായ അമലിൽപ്പെട്ട ഒന്നാണ്. പുണ്യമായ അമൽ ചെയ്യുമ്പോൾ, അമലിന്റെ കർമ്മങ്ങൾ പുണ്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ഫളാഇൽ അഅ്മാലിൽ മതിയാകും. അൽ അഹാദീസു ദഈഫത്തു, ദഈഫായ ഹദീസ് മതിയാകും. അതിനെന്താ കുഴപ്പമില്ലല്ലോ. അപ്പൊ നിങ്ങൾ ദഈഫാനെ തള്ളണ്ട, ഇങ്ങനെയൊക്കെ പോയിന്റ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇജ്മാഉണ്ട്. കമാ ഖാലഹുൽ ജലാൽ മഹല്ലിയു ഫീ ബാബിൽ വുളൂഇ മിൻ ശറഹിൽ മിൻഹാജ്, ശറഹുൽ മിൻഹാജിൽ വുളൂഇന്റെ അധ്യായത്തിൽ മഹല്ലി ഇമാം അങ്ങനെ പറഞ്ഞതുപോലെ അവിടെ ചില ദഈഫായ ഹദീസ് കൊടുത്തിട്ടുള്ളത് പറ്റും ഫളാഇൽ അഅ്മാലിന് എന്നതുപോലെ ഇതും പറ്റുമല്ലോ. ഒരു ദാലിക, അങ്ങനെ പറ്റിയത് കൊണ്ടല്ലേ അവറദഹു ശൈഖുൽ മദ്ഹബി അന്നബി റളിയല്ലാഹു തആല അൻഹു ഫീ കുതുബിഹി, മദ്ഹബിന്റെ അഥവാ മദ്ഹബിന്റെ ശൈഖായ ഇമാം നബി റളിയല്ലാഹു തആല അൻഹു തന്റെ കിതാബുൽ അങ്ങനെ കൊണ്ടുവന്നത് കൊണ്ടല്ലേ. കിതാബ് ഏതുപോലെയൊക്കെ ശറഹുൽ മുഹദ്ദബി വൽ ഇളായി വൽ അദ്കാർ, അവിടേക്ക് ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. മഹാൻ ഹദീസ് തിരിയാത്ത ആളാ, ലൈഫ് മനസ്സിലാത്ത ആളല്ലല്ലോ, അത് കൊണ്ടുവന്നു. അപ്പൊ കൊണ്ടുവന്ന് മനസ്സിലാക്കാലോ പറ്റുമെന്ന് ഫളാഇൽ അഅ്മാലിന്. വലാ യുഖാലു, പറയപ്പെടാൻ പറ്റൂല. ഇന്നഹ, നിശ്ചയമാണ് ഈ ഇസ്തിആസ എന്നുള്ളത് ലൈസത്തുൽ ഫളാഇലി, അത് ഫളാഇലിൽ പെട്ടതല്ല എന്ന് പറയാൻ പറ്റൂല. ബൽ പിന്നെയോ മുഹ്താജത്തുൻ ഇലാ ഇസ്ബാത്തി ജവാസിഹ, ഇസ്തിആസ ജായിസാണോ അല്ലേ എന്ന് സ്ഥിരപ്പെടുത്തുന്നതിലേക്ക് ആവശ്യമുള്ളതാണ് ഇവിടെ വിഷയം. ഫളാഇൽ അഅ്മാൽ അല്ല, അങ്ങനെ പറയാൻ പറ്റൂല. എന്താ കാരണം? അന്നാ നഖൂലു, നിശ്ചയമാണ് നമ്മൾ പറയുന്നു, കാന ജവാസുഹാം, ഈ ഇസ്തിആസ ജവാസാണ്, ജായിസാണ് എന്നുള്ളത്. പിന്നെ ബദീഹിയാത്തി, അത് എല്ലാവർക്കും തിരിയുന്ന കാര്യത്തിൽപ്പെട്ടതാണല്ലോ. പിന്നെ ഇസ്ബാത്തിന്റെ ആവശ്യം അവിടെ തെളിവും കാര്യം വേണം, എല്ലാവർക്കും മനസ്സിലാൻ പറ്റുന്നതാണ്. ഏതുപോലെയൊക്കെ ജവാദുൽ ഇസ്തിആസത്തി ബി സൈദിൻ വ അംദിൻ, ജയ്ദും അംറും തമ്മിൽ ജയ്ദിനോടും അംറിനോടും ഇസ്തിആസ നടത്തും പോലെ അത് അനുവദനീയമല്ലേ എന്നതുപോലെ ഇതും അനുവദനീയമാണ്. വലോ സുല്ലിമ, അത് സമ്മതിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഫഖദ് സബത ജവാസുഹ ബിൽ ആയാത്തി വൽ ഹദീസ് സഹീഹത്തി, അങ്ങനെ സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങളെ വാദം ആയത്തും ഹദീസ് സഹിയായ ഹദീസ് തന്നെ. അതുകൊണ്ട് ഇസ്തിആസ പറ്റുമെന്നുള്ള കാര്യം സ്ഥിരപ്പെട്ട് കഴിഞ്ഞതല്ലേ. പറഞ്ഞുതരാം. ഫഖദ് റവ ഇബ്നു അബി ഷൈബ, ഇബ്നു അബി ഷൈബ തങ്ങൾ നിവേദനം ചെയ്യുന്നു ബി ഇസ്നാദിൻ സഹീഹിൻ, സഹീഹായ സനദ് പ്രകാരം, മിൻ റിവായത്തി അബി സാലിഹ് സമ്മാൻ, അബി സാലിഹിൻ സമ്മാൻ റിപ്പോർട്ടിലൂടെ,
മൂപ്പര് അൻ മാലിക്കിദ്ദാറിനെ തൊട്ട റിപ്പോർട്ട്. വക്കാന മാലിക്കിദ്ദാർ എന്ന് പറയുന്ന ആള് ഖാസിന ഉമർ റളിയല്ലാഹു തആല ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖജനാവ് സൂക്ഷിപ്പുകാരനായിരുന്നു മാലിക്കിദ്ദാർ എന്ന് പറയുന്ന ആള്. എന്താ പറയുന്നത് മൂപ്പര്? ഖാല അസ്ഹാബൻ നാസി ഖഹതും ഫി സമനി ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് അവിടെ ആകമാനം വരൾച്ച ബാധിക്കപ്പെട്ടു. അങ്ങനെ വന്നപ്പോ വരൾച്ചയ്ക്ക് പരിഹാരം കാണണം. ഫജാഅ റജുൽ ഇലാ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി മരിച്ചുവല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ആ നബിന്റെ അടുത്തേക്ക് ഒരാൾ കടന്നു വരുന്നു, ഖബറിന്റെ അടുത്തേക്ക് വന്നിട്ട് വക്കാല അയാൾ പറയുന്നു, യാ റസൂലല്ലാഹ് ഇസ്തസ്ഖി ഉമ്മത്തിക. നബിയെ, നിങ്ങൾ ദുനിയാവിലില്ല, യാത്ര പറഞ്ഞു പോയി. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ജനങ്ങളാകും മഴയില്ലാതെ കുടുങ്ങിയിരിക്കുകയാണ്. അപ്പൊ അങ്ങയുടെ സമുദായത്തിന് വെള്ളം കുടിപ്പിക്കല തേടണം എന്ന് പറയും. കാരണം ഇന്നകും ഖദ് ഹലകു, അവരൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഫിൽ മനാമി, സ്വപ്നത്തിൽ അയാൾ വന്നപ്പോ ഫഖീലഹു, അയാൾ പറയപ്പെടുകയുണ്ടായി, ഉമർ റളിയല്ലാഹു തആല അൽ ഹദീസ്, നീ ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് പോയിക്കോ, ഇവിടെ വിഷയമൊക്കെ പറഞ്ഞോളാം. കണ്ടോ? അപ്പോ ഇവിടെ ഇപ്പൊ എന്ത് മനസ്സിലാക്കി? ഇസ്തിയാസ് പറ്റുമല്ലോ, ഹദീസ് തെളിവല്ലേ. സൈഫ് എന്നവര് ഫുത്തൂൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്താണ്? അന്നല്ലദീ റഅൽ മനാമൽ മദ്കൂറ, ഈ പറയപ്പെട്ടതായിരിക്കുന്ന സ്വപ്നം, ആ സ്വപ്നം കണ്ട വ്യക്തി ഹുവ ബിലാൽ ഇബ്നു ഹാരിസിൽ മുസ്നി, മുസ്നി ഗോത്രത്തിൽപ്പെട്ട ബിലാൽ എന്നവരാണ്. അഹദു സ്വഹാബത്തി റളിയല്ലാഹു അൻഹു, സ്വഹാബാക്കളിൽ ഒരാളാണ് ഈ മഹാൻ. ഈ മഹാനാണ് സ്വപ്നത്തിൽ കണ്ടുപോയിട്ടുള്ളത്. ഇന്ദഹ, അങ്ങനെ ഈ ഹദീസിലൂടെ ചർച്ച കഴിഞ്ഞു. ഏതുപോലെ കമാവി ഫത്ഹിൽ ബാരി, ഫത്ഹിൽ ബാരിയിൽ അങ്ങനെ കാണാം. വാൻ റബീഅത ബിൻ കഅബ്, റബീആയി പറയുകയാണ്, കാല മൂപ്പര് പറയുന്നു, കുൻതു അബീതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിയുടെ കൂടെ ഒരു രാത്രി പാർത്തു. അങ്ങനെ ഫഅതൈതു ബി വളുഇഹി വഹാജതിഹി, നബിതങ്ങൾക്കുള്ള ഒന്നുണ്ടാക്കാനുള്ള വെള്ളം, ആവശ്യ നിർവ്വഹണം നടത്താനുള്ള സംഗതിയൊക്കെ ഉണ്ട്, അതിനൊക്കെ വേണ്ടി ഞാൻ കൊണ്ടു കൊടുത്തു. അപ്പൊ കാലലീസൽ, അപ്പൊ നബി എന്നോട് പറഞ്ഞ വാക്കുണ്ട്, നീ ചോദിക്കുന്നു പറഞ്ഞു. ഫഖുൽതു, അപ്പൊ ഞാൻ നബിനോട് പറഞ്ഞു, അസ്അലുക മുറാഫഖതക ബിൽ ജന്നത്തി, നബിയെ, നിങ്ങളെ കൂടെ സ്വർഗീയ ലോകത്തേക്ക് ഒരു കൂട്ടുകാരനായി ലഭിക്കണം, അതാ ഞാൻ ചോദിക്കുന്നത് പറഞ്ഞു. കാല അവോയർദാലിക്ക, അതല്ലാത്ത മറ്റൊന്നും ചോദിക്കാനില്ലെന്ന് നബി ചോദിച്ചു. ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, ഹുവദാക, അതന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ കൂട്ടുകാരനായി നിൽക്കണം. കാല, അപ്പൊ നബി തങ്ങൾ അയാൾ പറഞ്ഞു, അയാൾ അവിടുന്ന് വിടുന്നില്ല. ഫഅഇന്നി അലാ നഫ്സിക, നീ നിന്റെ നഫ്സിന്റെ മേൽ എന്നെ സഹായിക്കണം, നിന്റെ ശരീരത്തിനെതിരായിട്ട് നീ എന്നെ സഹായിക്കണം. അതെങ്ങനെ? സുജൂദ് നല്ലോണം അധികരിപ്പിക്കുക, അത് അധികരിപ്പിച്ചുകൊണ്ടാണ് നീ എന്നെ സഹായിക്കേണ്ടത്. അങ്ങനെ സഹായിച്ചാൽ നീ കഴിച്ചിട്ടാകും. റവാഹു മുസ്ലിം, ഇത് മുസ്ലിം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്തതാണ്. ഇനി ഇവിടെ ചോദ്യം, അൽ മുറാഫഖത ബിൽ ജന്നത്തി, സ്വർഗീയ ലോകത്തിൽ കൂട്ടുകാരനാവണം എന്നുള്ള കാര്യമാണ് റബീഅ നബിയോട് ചോദിച്ചത്. ആ ചോദ്യം ദലീൽ അറിയിക്കുന്നുണ്ട്, അലാ അന്ന സ്വഹാബത റളിയല്ലാഹു അൻഹു, നിശ്ചയമായിട്ട് സ്വഹാബാക്കൾ കാനൂ യത്ലബൂന മിൻഹു, സ്വഹാബാക്കൾ അദ്ദേഹത്തിന് തേടുമായിരുന്നു ഉമൂറൻ, പല കാര്യങ്ങളും, ലാ യഖ്ദിറു അലൈഹൽ ഇൻസാനു ആദത്തൻ, സാധാരണഗതിയിൽ ഒരു മനുഷ്യനും അതിന്റെ മേൽ സാധ്യമാകൂല, അങ്ങനത്തെ ചില കാര്യങ്ങളാണ് സ്വഹാബത്ത് തേടിയിരുന്നത് നബിയിൽ നിന്ന് എന്ന് മനസ്സിലാക്കാറ്. ഇഖ്റാറു സല്ലല്ലാഹു അലൈഹി വസല്ലമ ലിദാലിക സുആൽ, ആ ചോദ്യം നബി തങ്ങൾ അംഗീകരിക്കുന്നു. മാത്രമല്ല വ ഇജാബത്തുഹു ഇലാ മാ സഅല, എന്താണോ നബി തങ്ങളോട് ചോദിച്ചതെങ്കിൽ, അല്ലെങ്കിൽ ഇലാ മാ സുഇല, ചോദിക്കപ്പെട്ട കാര്യം, അതിലേക്ക് നബിന്റെ മറുപടി എന്നുള്ള കാര്യം ശരീഖുൻ ഈ ജവാദിൽ ഇസ്തിആസത്തി ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതൊക്കെ മനസ്സിലാക്കി തരുന്നത് പ്രവാചകനായ നബിനോട് സഹാബിന്റെ അനുവദനീയമാണ് എന്ന കാര്യത്തിൽ ഇത് വ്യക്തമായ തെളിവല്ലേ ആണല്ലോ. ഹത്താബിൽ ഉമൂറുൽ ഉഖ്റവിയ,
എത്രത്തോളം ഇവരോട് ചോദിക്കാം? ഉഖ്റവിയായ കാര്യത്തിൽ വരെ ചോദിക്കാം. ഇല്ല, ഇനി അങ്ങനെയല്ല എങ്കിലോ, അത് ചോദിക്കാൻ പറ്റൂലെങ്കിൽ അങ്കറഹു, നബി തങ്ങൾ അത് വെറുക്കുമായിരുന്നു. നബി പറയും വേണ്ട, ചോദിക്കാൻ പാടില്ല, തെറ്റാതെ നബി തങ്ങൾ പറയണ്ടേ? അത് നബി പറഞ്ഞോ? ഇല്ലല്ലോ, നബി ഇത് അംഗീകരിച്ചിരിക്കല്ലേ. ഇനി നോക്കൂ, കമാ അങ്കറ അലാബാലി സഹാബത്തി, ഏതുപോലെ ചോദിച്ചാൽ ചില സഹാബാക്കളോട് നബി തങ്ങൾ എതിർപ്പ് കാണിച്ചിട്ടുണ്ട്. എവിടെ? അക്വാലിയും, അവരിൽ നിന്ന് പറയുന്ന ചില വാക്കുകളുണ്ട്. അത്തരം വാക്കുകളെ എന്ത് ചെയ്തിട്ടുണ്ട്? നബി തങ്ങൾ ചില ആൾക്കാർ അവർ ഇൻകാർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻകാർ ഇവിടെ നടത്തുമായിരുന്നല്ലോ, ചെയ്തിട്ടില്ലല്ലോ എന്നാണ്. പിന്നെ സുമ്മ ഇന്നലിതായിക്കൽ ഹദീസി, പിന്നെ പറയാനുള്ളത് ആ ഹദീസിനൊക്കെ ഉണ്ട് ഷാഹിദൻ, തെളിവുണ്ട്. തെളിവില്ലാതല്ല ഹദീസ് വന്നിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം, മഹാൻ പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു. എന്തേ പറഞ്ഞത്? ഇന്നലില്ലാഹി മലായികത്തുൻ ഫിൽ അർളി സിവൽ ഹഫളത്തി, ഹഫളത്ത് അല്ലാത്തൊരു വിഭാഗം ഭൂമിയിൽ അല്ലാഹുക്ക് മലായികത്തുണ്ട്. യക്തുബൂനമാ യസ്കുതു മിൻ വറഖി ശജരി, അവരുടെ പണി വൃക്ഷത്തിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന ഇലകൾ അത് റിക്കാർഡാക്കുകയാണ്. അപ്പൊ വൈദാ അസാബ അഹദക്കും ഷൈഉൻ ഫി അർദിൽ ഫലാത്തിൻ, ഒഴിഞ്ഞ മരുഭൂമിയിൽ നിങ്ങൾക്കാർക്കെങ്കിലും വല്ല ഒന്നും എത്തിയാൽ, ഇവരുടെ മുസീബത്തും പ്രയാസം എത്തുകയാണെങ്കിൽ, ഫൽയുനാദി, അപ്പൊ അവൻ വിളിക്കണം, അഈനൂനി ഇബാദല്ലാഹ് എന്ന് വിളിക്കണം. സഹായിക്കാൻ പറ്റുന്ന അടിയ ഭൂമിയിലുണ്ട്, അത് മലായികത്തൊക്കെ ആവാലോ. റവാഹുൽ ബസ്സാർ, ഈ ഹദീസ് ബസ്സാർ റിപ്പോർട്ട് ചെയ്തതാണ്.